ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ യാത്ര കാടും മലയും കുന്നും ഒന്നും കയറാനല്ല കേട്ടോ. കോടമഞ്ഞിൻ്റെ കുളിരുള്ള മറ്റൊരു ചരിത്രമുറങ്ങുന്ന സ്ഥലത്തേക്കുള്ള യാത്രയിലാണ്. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു കടുകിടു. ഇടുക്കി ജില്ലയിലെ മൂന്നാർ പോലെ തന്നെ സഞ്ചാരികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു സ്ഥലമായിക്കൊണ്ടിരിക്കുകയാണ് സമീപകാലങ്ങളിൽ ഈ കുട്ടിക്കാനം. വെറുതെ ഒന്നുമല്ല കേട്ടോ, ഈ കാണുന്ന കോടമഞ്ഞും വശ്യ സൗന്ദര്യം തന്നെയാണ് കുട്ടിക്കാനത്തെ എല്ലാവർക്കും പ്രിയപ്പെട്ടതാക്കി. ഈ കാടും ചെളിക്കുണ്ടുമെല്ലാം ചാടിക്കടന്ന് എങ്ങോട്ടാണ് യാത്ര എന്നല്ലേ? കൊട്ടാരക്കര ദിണ്ടിഗൽ ദേശീയപാതയിലെ കുട്ടിക്കാനത്ത് നിന്നും മുണ്ടക്കയം റോഡ് പോകുമ്പോൾ ഉദ്ദേശം 1 കിലോമീറ്റർ യാത്ര ചെയ്താൽ വലത്തോട്ട് കോൺക്രീറ്റ് ചെയ്തൊരു വഴി കാണാം. ആ വഴി പോകുന്നത് ഇതുപോലെ ദുരൂഹത നിറഞ്ഞ എന്ന് തോന്നിക്കുന്ന കാട്ടുവഴിയിലൂടെയാണ്. കോൺക്രീറ്റ് വഴിക്ക് ശേഷം തകർന്ന റോഡ് ചെന്നെത്തുന്നത് 200ഓളം വർഷം പിറകിലോട്ട്, അല്ലെങ്കിൽ 200 വർഷത്തിന് മേലെ ചരിത്രമുറങ്ങുന്ന അമ്മച്ചിക്കൊട്ടാരം എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ്. ഈ കാണുന്ന തകർന്ന ഗേറ്റ് ഏതോ പഴയൊരു പ്രേതഭവനത്തിലേക്കുള്ള എൻട്രൻസ് പോലെയാണ് തോന്നിക്കുക. 100 ഏക്കറോളം പരന്നു കിടന്നിരുന്ന പ്രതാപകാലത്ത് നിന്ന് പകുത്തുകൊടുപ്പിൻ്റെയും കവർന്നെടുപ്പിൻ്റെയും ബാക്കി പത്രമായി ഒരു 25 ഏക്കർ കാട് മൂടിയ വിജനമായ കോടമഞ്ഞ് മൂടിയ ഒരു കാലാവസ്ഥ. ഇടത്തോട്ട് പോകുന്ന ആ വഴിക്കാണ് അമ്മച്ചി കൊട്ടാരത്തിലേക്ക് പോകുന്നെങ്കിലും ഈ കൽവിളക്ക് കാണാൻ ഇങ്ങോട്ട് തിരിഞ്ഞു. തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ തന്നെ ആത്മാവ് ഉറങ്ങുന്ന ഒരു ഭൂമി. ആ കണ്ട തുളസിത്തറയിൽ എത്ര പരിചാരകന്മാർ, എത്ര രാജ്ഞിമാരോ മറ്റോ വിളക്കൊക്കെ വെച്ചിരിക്കാം. ഈ കാണുന്ന കുറ്റിക്കാടും കോടമഞ്ഞും കാണുമ്പോൾ ശരിക്കും ഈ വിജനതയിൽ ഏതോ മാടനോ മറുതയോ യക്ഷിയോ ഒളിഞ്ഞിരിപ്പുണ്ടോ എന്നൊരു തോന്നൽ തോന്നും. എന്തുതന്നെയായാലും ഈ വഴി കണ്ടപ്പോൾ നമ്മൾ അങ്ങനെ വലുതും ഇവിടെ ഉണ്ടോ എന്ന് നോക്കാം എന്ന് കരുതി വണ്ടി വീണ്ടും ഉള്ളിലോട്ട് എടുത്തു കേട്ടോ. സമയം ഉദ്ദേശം 4 മണിയാവുന്നുള്ളെങ്കിലും ഈ കാണുന്ന വഴികൾ മുഴുവൻ വിജനത പരത്തിക്കൊണ്ട് കോട മൂടിക്കൊണ്ടിരിക്കുകയാണ്. ആ കോടയ്ക്ക് എന്തോ ഒരു കറുത്ത ഭംഗി, അല്ലെങ്കിൽ ഒരു ഭീകരമായിട്ടുള്ള ഭംഗി തന്നെ ഫീൽ ചെയ്യും കേട്ടോ. ചരിത്രം തൊണ്ടയിൽ കുടുങ്ങിയ എല്ലാം നേരിൽ കണ്ട ഒരു ഭൂമി. പക്ഷേ ഇന്നിത് ഒരു കളിസ്ഥലമാണ്. പറയുന്ന പോലെ വലിയ ദുരൂഹതയൊന്നും ഇവിടെ ഇല്ല കേട്ടോ. ഈ സിനിമകളിലും മറ്റുമൊക്കെ ആയിട്ട് പ്രേതങ്ങൾ അങ്ങനത്തെ രീതിയിലൊക്കെയുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ നിന്ന് ചിത്രീകരിച്ചെടുത്തിട്ടുള്ളത്. അത് വേറെ ഒന്നും കൊണ്ടല്ല, കൊട്ടാരമായിരുന്നെങ്കിലും ഇന്ന് കൊട്ടാരം എന്ന് പറയാനുള്ള പേര് മാത്രമേ ഉള്ളൂ. ഏറെക്കുറെ ജീർണാവസ്ഥയിലാണ് ഈ സംഭവം ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഉണ്ടായി വന്നിട്ടുള്ള ഒരു പേര്, പിന്നെ ഇവിടുത്തെ ഈ ഒരു ആളില്ലാത്തൊരു രീതിയൊക്കെ കൊണ്ടാണ് ഇതിനെ ഒരു പ്രേതഭവനം എന്നുള്ള ഒരു ഫീല് തോന്നാനായിട്ട് കാരണമാവുന്നത്. അല്ലാണ്ട് ഇവിടെ പ്രേതമൊന്നുമില്ല. ഇത് നോക്കാനായിട്ട് ഇവിടെ ഒരു ചേട്ടനും കൂടിയുണ്ട്. ആളുടെ പേരും കാര്യങ്ങളൊക്കെ നമുക്ക് പരിചയപ്പെടാം വഴിയെ. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മൾ പോകുന്ന അതിൻ്റെ വഴി. ഈ വഴി തന്നെ ഒരു വൈബാണ് കേട്ടോ. ഒരിക്കലെങ്കിലും ഇടുക്കിയിൽ വരുന്നവർക്ക് ഫാമിലിയായി തന്നെ, പക്ഷെ ഇത്രയും നേരം വൈകരുത് വരുമ്പോൾ ഫാമിലിയായി തന്നെ വന്ന് കാണാവുന്ന ഒരു സംഭവമാണ് ഈ കാണുന്ന വഴിയും കാര്യങ്ങളും. ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറും വൈബും അതൊന്ന് വേറെ തന്നെയാണ്. അപ്പോൾ നമുക്ക് മുന്നിലേക്ക് പോകാം. കൊട്ടാരമുറ്റത്ത് ചെന്ന് കയറുമ്പോൾ തന്നെ നമ്മളെ വരവേൽക്കുന്നത് വിടർത്തി പിടിച്ച അസ്ഥികൂടക്കൈ പോലെ 4 മരങ്ങളാണ്. ഇലയൊന്നും ഇല്ലാത്ത ആ മരങ്ങൾ കോടമഞ്ഞിൻ്റെ ഫ്രെയിമിൽ കാണുമ്പോൾ അതുപോലും നമ്മളോട് ഏതോ ഒരു ദുരൂഹമായിട്ടുള്ളൊരു സംഭവം പറയാൻ കൊതിക്കുന്ന പോലത്തെ ഒരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. ഈ കാണുന്ന ഒറ്റ ഫ്രെയിം കൊണ്ട് തന്നെ ഇവിടേക്കുള്ള യാത്ര മുതലായി കേട്ടോ. എന്താ പറയുക, ഒരു ടെറർ ക്ലൈമറ്റാണ് കേട്ടോ. നോക്കി കോടയെല്ലാം ഇങ്ങനെ പാറിപ്പറക്കുന്ന ഒരു സെറ്റപ്പിൽ നല്ല രസമുണ്ട് കാണാൻ. ആ കാണുന്ന ഫ്രെയിമിലൂടെ ഒരു കാട്ടാനയോ ഒരു കടുവയോ നമുക്ക് നേരെ നടന്നു വരികയാണെങ്കിലത്തെ ഒരു അവസ്ഥ ആലോചിക്കുക. പിന്നെയുള്ളതൊക്കെ അത് നോക്കിയോളൂല്ലേ. നിലവിലിവിടെ വന്യമൃഗ ഭീഷണിയൊന്നും ഇല്ലെങ്കിലും പണ്ട് ഒരുപാട് വന്യമൃഗങ്ങൾ വിഹരിച്ചിരുന്ന സ്ഥലമായിരുന്നു ഇത്ര ഇത്. കൊട്ടാരത്തിൻ്റെ ജീർണാവസ്ഥയിലുള്ളതാണെങ്കിലും ഇപ്പോഴും നിലനിൽക്കുന്ന ആ പണ്ടത്തെ ഒരു വാസ്തു വൈവിധ്യം, അല്ലെങ്കിൽ ആ ഒരു കഴിവ്, അത് തന്നെയാണ് നമുക്ക് പ്രധാനമായിട്ട് ഇവിടെ കാണാനുള്ളത് കേട്ടോ. എന്തായാലും കൊട്ടാരം സൂക്ഷിപ്പുകാരൻ ചേട്ടനെ നമ്മൾ കണ്ടു. ഇനി നമുക്ക് ഇതൊന്ന് അകത്ത് കയറി കണ്ടു നോക്കാം. നമ്മളെ കുറച്ച് നേരത്തെ കൊണ്ട് ഒന്നും കാണാനില്ല. ഇത് ഇവിടെ നമ്മൾ അവിടെ നിന്നാണ് കയറി വന്നോട്ടോ. ഇത് അസംബ്ലി ഹാളാണ്.
നാലുകെട്ടാണ് കേട്ടോ. ഇതാണ് ആളുടെ കൂട്ടായിട്ട് ഇവിടെ ഉള്ള ഒരാള്. ഇപ്പോൾ നാലുകെട്ടിലെ സൂക്ഷ്മമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന പൂച്ചയാണ്. ഇത് ഈ ചേട്ടനാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ താമസിക്കുന്നത്. നമുക്ക് ഇത് കയറി കാണാനൊക്കെ ആളതിന് വന്നു. ആളാണ് ഇപ്പോൾ ഇവിടെ ഉള്ള ആള് കേട്ടോ. എന്റെ പേരെന്തായിരുന്നു? ധർമ്മരാജേട്ടനാണ് നമുക്ക് ഈ സ്ഥലമൊക്കെ കാണിച്ചു തരുന്ന ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നായിരുന്നു. തോഴിമാര് താമസിക്കുന്ന സ്ഥലമാണ്, റൂമാണ് കേട്ടോ. തോഴിമാരുടെ മുറിയാണ്. കട്ടിൽ തന്നെയാണ് തോന്നുന്നത്. നെറ്റ് അതന്നെ പഴയ സ്പ്രിങ് ആണ് കേട്ടോ. സ്പ്രിങ് കട്ടിലാണ്. സ്പ്രിങ് കട്ടിലാണത്. അന്ന് രാജ്ഞി എങ്ങനെ കിടന്നുണ്ടാവും? തോഴിമാര് ഇങ്ങനെ കിടന്നു. അമ്മ മഹാറാണി തോഴിമാർ ടൈം പാസ്. മച്ചെല്ലാം മരമാണ് കേട്ടോ. അത് കാണിക്കാനായിട്ട് യാതൊരു വകുപ്പില്ല. ഇരുട്ട് മാത്രം കാണിക്കാൻ പറ്റുന്നു. ഇത് 2 ദിവസം സിനിമ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് സെറ്റ് ഇട്ടായിരുന്നു. ഇതൊക്കെ പക്ഷെ തെർമോകോൾ കൊണ്ട് ഷൂട്ടിംഗുകാര് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ വിചാരിച്ചു പണ്ടത്തെ വർക്കാണ്. പണ്ടത്തെ വർക്കല്ല, അത് സെറ്റ് ഇട്ടതാണ്. പൊളിഞ്ഞ് നിരപ്പായിട്ടോ. സിനിമയ്ക്ക് ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ശവപ്പെട്ടിയാണല്ലോ വെച്ചേക്കണ്. ഒരു പ്രേതപടമായിരുന്നു തോന്നുന്നുണ്ട് കേട്ടോ. ഇത് വരുന്നത് ട്രാക്കൂടെ ആയിരിക്കും. പണ്ടത്തെ ഒരു വാഷിംഗ് മെഷീനാണ് ഈ കാണുന്നത്. വാഷിംഗ് മെഷീൻ ഇന്നത്തെ കാലത്ത് അവരിതൊക്കെ ഉപയോഗിച്ചിരുന്നു. ഉള്ളിലെ വർക്കാണോ താമര. നിങ്ങളൊക്കെ സംഭവം മറ്റേ കോൺക്രീറ്റ് ആണോ അതോ മറ്റേ കല്ലാണോ? കല്ലാണോ? ഇറ്റാലിയൻ മാർബിൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ പറഞ്ഞേ. അന്ന് ഒരലിട്ട് അന്ന് യൂസ് ചെയ്തിരുന്നതാണ്. ഇന്നത്തെ കട്ടുന്നാണ് ഞാനൊരു ആട്ടാട്ടോ. ഈശോ ആട്ടിയിട്ട് ആടാത്ത ആട്ടുകല്ല് വലിപ്പുണ്ട് കേട്ടോ. എന്ത് വ്യത്യാസം അത്. ഇതൊക്കെ എന്താ പൊളിഞ്ഞു പോയ ഭാഗങ്ങൾ ഒരുപാട്. ശരിക്കും ഡാമേജായി, ഒരുവിധമൊക്കെ ഡാമേജായി പോയി. ഇവിടേക്ക് എന്തോ കുളിമുറി പോലെ എന്താ സെറ്റപ്പൊക്കെ തോന്നുന്നുണ്ട്. തിട്ടും കാര്യങ്ങളൊക്കെ കാണാണ്ട്. പക്ഷെ എല്ലാം വല്ലാതെ ഡാമേജായി പോയി. ഇതൊക്കെ തിണ്ടാണ്. നമ്മൾ അധികം ടൈം കളയുന്നില്ല. എന്തായാലും ഇരുട്ടായി, നമുക്കൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണാമല്ലോ. അപ്പോൾ നമ്മൾ പതുക്കെ തിരിച്ചിറങ്ങാൻ പോവാണ്. ശ്രീ ചിത്തിര തിരുനാൾ രാജരാജവർമ്മ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന രാജാവാണ്. ആളാണ് ഈ കുമിളി കോട്ടയം റോഡ് കൺസ്ട്രക്ട് ചെയ്തതിന്റെ ബുദ്ധി. ബാംഗ്ലൂർ കമ്പനിയിലാണ്. മെയിൻ്റെനൻസ് ഇല്ല അവരിപ്പോ. ഈ ഒരു മുറി മാത്രമാണ്, ഈ ഒരു മുറിയാണ് ആ ചേട്ടൻ യൂസ് ചെയ്യുന്നത്. അവർ കുറച്ച് ടി വി ഒക്കെ ഉണ്ട്. പഴയ കട്ടില് കാര്യങ്ങള് കൂട്ടായിട്ട് ഒരു കോഴി കൂടി ഉണ്ട് ഇവിടെ അടുത്ത്. ഇവിടെ ഒരു ചിമ്മിനി ഉണ്ട് കേട്ടോ. മറ്റേ പണ്ടത്തെ ബ്രിട്ടീഷുകാരെ ചൂട് മരം ഉണ്ടാക്കാനുള്ള പണ്ടത്തെ സെറ്റപ്പാണ്. അതായത് അന്ന് അവരിതൊക്കെ കണ്ടുപിടിക്കുന്ന സമയത്ത് നല്ല തണവുള്ള ക്ലൈമറ്റുള്ള ഒരു സ്ഥലം നോക്കിയിട്ട് അവർ സെറ്റാക്കിയതാണ്. ചേട്ടാ അപ്പോൾ താങ്ക് യു, ഒരുപാട് നന്ദിയുണ്ട് കാണിച്ചു തന്നതിന്. കൊട്ടാരത്തിനെ പറ്റിയിട്ട് അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു തരാം കേട്ടോ.
അപ്പോൾ ഇത് തിരുവിതാംകൂർ ഭരണകാലത്ത് തിരുവിതാംകൂറിൽ തായ് വഴിയായിരുന്നു അന്ന്. അപ്പോൾ തായ് വഴി എന്ന് പറഞ്ഞാൽ അമ്മ വഴി. ഇതിൽ റാണി പദവി രാജാവിൻ്റെ സഹോദരിക്കാണ് കിട്ടുക. അപ്പോൾ രാജാവിൻ്റെ പത്നീനെ, അതായത് ഭാര്യനെ അമ്മച്ചി എന്നാണ് കേട്ടോ വിളിക്കുക. അങ്ങനെയാണ് ഈ സംഭവത്തിന്, രാജാവിൻ്റെ പത്നി താമസിച്ചിരുന്ന ഈ കൊട്ടാരത്തിന് അമ്മച്ചി കൊട്ടാരം എന്ന് പേര് വന്നത്. ഇവിടെ വിശാലമായിട്ടുള്ള ദർബാർ ഹാള്, പിന്നെ രാജാവിൻ്റെ ഒരു മണ്ഡപം, അതായത് അവർ കമ്മിറ്റി കൂടുന്ന മണ്ഡപം, പിന്നെ കുതിരാലയം, ഭൂഗർഭ പാതകൾ 2 കളിസ്ഥലം, അതുപോലെ കൽക്കുളം, ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അന്ന് കാലത്ത്. പിന്നെ ബ്രിട്ടീഷ് അധിനിവേശ കാലമൊക്കെ ആയപ്പോൾ രാജകീയ തീരുമാനങ്ങളൊക്കെ ഉരുത്തിരിഞ്ഞു വന്നത് ഈ കൊട്ടാരത്തിൽ നിന്നുള്ള മീറ്റിങ്ങിലൊക്കെയാണെന്നാണ് പറയുന്നത്. പിന്നെ പാചകശാലയുടെ പിൻവശത്തുകൂടിയാണ് ഒരു ഭൂഗർഭ പാത. അത് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഫോട്ടോ ആയിട്ട് കാട്ടിത്തരാം. ഈ ഫോട്ടോയിൽ കാണുന്നതാണ് കേട്ടോ അത്. നമുക്കത് കാണാൻ പറ്റിയില്ലെങ്കിലും ഇതിൻ്റെ മറ്റേ തല ചെന്ന് കയറുന്നത് പീരുമേട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്താണ്. അവിടെ ഒരു ഗവൺമെൻറ് സ്കൂള്, മെമ്മോറിയൽ സ്കൂളൊക്കെ ഉണ്ട് ചിദംബരം പിള്ള. അവിടെയാണ് ഇതിൻ്റെ ബാക്കി ഭാഗം കാണാം എന്നാണ് പറയുന്നത്. പിന്നെ ഒന്ന് പോണത് ഇതിൻ്റെ ഉള്ളിൽ തന്നെ പരിചാരകർക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് പോകാനായിട്ടുള്ള വഴിയായിട്ടാണ് ഉപയോഗിച്ചിരുന്നത് എന്നാണ് കണക്കാക്കുന്നത്. പിന്നെ ഈ ഹൈ റേഞ്ച് ഭാഗങ്ങളിലൊക്കെ തേയില കൃഷി വൻതോതിൽ വിജയിക്കാം എന്ന് കണ്ടെത്തിയിട്ടുള്ള ഒരു ബ്രിട്ടീഷുകാരുണ്ടായത്, ജോൺ ഡാനിയൽ മൺറോ എന്ന് പറഞ്ഞിട്ട്. അങ്ങേര് ഇവിടെ കുറച്ചു കാലം താമസാക്കിയിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം അങ്ങേരാണ് വില കൂടിയ പരിപാടികളൊക്കെ ഇവിടെ കയറ്റിയതൊക്കെ ആളാണെന്നാണ് പറയുന്നത്. വലിയ സംഭവങ്ങളും വിലമതിക്കാനാവാത്ത ഛായാചിത്രവും തടിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന സംഭവത്തിൽ ഇന്ന് ബാക്കിയുള്ളത് ഇറ്റാലിയൻ മാർബിളിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വാഷിംഗ് ബേസിൻ മാത്രമാണ് കേട്ടോ. ഫഹദ് ഫാസിൽ നായകനായിട്ടുള്ള ഒരു ഹൊറർ ടച്ചുള്ള കാർബൺ എന്ന് പറയുന്ന ഒരു സിനിമയിലൂടെ, പിന്നെ ലൂസിഫർ എന്ന് പറയുന്ന മോഹൻലാലിൻ്റെ ഒരു ഇൻട്രോ ഫൈറ്റുള്ള ഒരു സീനിലൂടെയൊക്കെയാണ് ഈ അമ്മച്ചി കൊട്ടാരം പ്രശസ്തിയിലേക്ക് കയറിയത് കേട്ടോ. പക്ഷേ ഇത് ഈ പ്രേത ടച്ച് അല്ലെങ്കിൽ ഒരു ജീർണിച്ച അവസ്ഥയിലൊക്കെ ഉള്ള ഒരു പടങ്ങളിലേക്ക് എടുക്കാനുള്ള കാരണവും ഈ ജീർണാവസ്ഥയിൽ ഇത് എടുക്കുന്നത് തന്നെയാണ്. ഇത്രയും പുരാവസ്തുവായിട്ടുള്ള ഒരു സംഭവത്തിനെ അത് ഏറ്റെടുത്ത് നല്ല രീതിയിൽ നടത്താൻ വകുപ്പുകളൊക്കെ തോറ്റുപോകുന്ന, സർക്കാർ സംവിധാനങ്ങളൊക്കെ തോറ്റുപോകുന്ന ഒരവസ്ഥയാണെന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ. എന്തെങ്കിലും ഇത് കാത്തു സൂക്ഷിക്കുന്ന, ഇപ്പോൾ ഇവിടെ താമസിക്കുന്ന ധർമ്മലിംഗം അഥവാ ധർമ്മരാജ് എന്ന ചേട്ടൻ പരിചയപ്പെടുത്തിയ ആ ചേട്ടനും ഫാമിലിയായിട്ട് തന്നെയാണ് ഇവിടെ താമസിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് ഇതൊക്കെ കാണാൻ ബാക്കിയുണ്ട് എന്നുള്ള ഒരു ഇതിൽ നമുക്ക് മടങ്ങി പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, മറ്റൊരു അടിപൊളി വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഗുഡ് ബൈ.